മഴയത്തും വെയിലത്തും പകലിൻ പൊന്നിറയത്തും രാവിൻ കളിമുറ്റത്തും കടലിൽ തിരപ്പോൾ പിരിയാൻ നിഴലായി പാട്ടുകാരൻ ക്ലോസ് കൂട്ടുകാരൻ Club FM 94.3 കെണി ഇത് ബാൽക്കണി ഇത് സിനിമാക്കാരുടെ പുതുകഥ പാടും ക്ലബ് എഫ്എമ്മിലെ ബാൽക്കണി. ഇതൊരു സിനിമ എന്നതിലുപരി മനസ്സിൽ സിനിമ എന്ന സ്വപ്നമായിട്ട് നടക്കുന്ന കുറെ പേർക്കുള്ള ഒരു വലിയ പ്രചോദനമാണ്. കാരണം പരസ്പരം കണ്ടിട്ടില്ലാത്ത, പരസ്പരം ഒന്നും അറിയാത്ത വെറും ഒരു ഫേസ്ബുക്ക് ഫ്രണ്ട് സർക്കിളിൽ നിന്ന് ഒരു സിനിമ ഉണ്ടായി അത് റിലീസ് ചെയ്യാൻ പോവാണ്. ആ ഷോർട്ട് ഫിലിമിന്റെ മെയിൻ ആൾക്കാരിൽ ഒരാളായ മഹേഷ് ഇപ്പോൾ എന്റെ കൂടെ ഉണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ. ശരി, അപ്പൊ എന്തായാലും മഹേഷ്, എനിക്ക് ഈ സിനിമയെ കുറിച്ച്, ഈ സിനിമ ഉണ്ടായതിനെ കുറിച്ച് ബ്രീഫ് ആയിട്ട് ഒരു ഐഡിയ തരാമോ? അതായത് നമ്മുടെ ഫേസ്ബുക്കിലെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, സിനിമ പാരഡൈസ് എന്ന് പറയുന്ന ആ ഗ്രൂപ്പില് അവിടുത്തെ മെമ്പേഴ്സ് എല്ലാം കൂടെ ഒരു ഷോർട്ട് ഫിലിം ചെയ്താൽ എന്തെന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഇത് ഇങ്ങനെ ജനിക്കുന്നത്. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ആക്ച്വലി നമ്മള് അതിനകത്ത് അവരെല്ലാം കൂടെ അതിന്റെ ചിന്തയിൽ നമ്മളൊരു കുറച്ച് കഥകൾ ഇങ്ങനെ സെലക്ട് ചെയ്തു, കഥകൾ ഇങ്ങനെ ഇൻവൈറ്റ് ചെയ്തു. ഒരുപാട് കഥകൾ അവിടെ വരികയുണ്ടായി. അപ്പൊ അതിൽ നിന്ന് പറയുന്ന കഥ അവര് സെലക്ട് ചെയ്തു. അപ്പൊ അതില് തിലഹരിയാണ് ഈ കഥ മീൻസ് ഡയറക്ട് ചെയ്യാനായിട്ട് നമ്മൾ തീരുമാനിച്ചത്. ഇതിന്റെ ക്യാമറ ചെയ്യുന്നത് ഒരു സുബിൻ സുധർമൻ എന്ന് പറഞ്ഞ ആളാണ്. എല്ലാം പുതിയ പുതിയ ആൾക്കാരാണോ? എല്ലാരും പുതിയ ആൾക്കാരാണ്. അല്ല, നമ്മൾ ഈ പ്രൊഫഷണൽസ് ആരും ഇല്ല അല്ലേ? ഇല്ല, ഒറ്റ ആള് പോലും ഇല്ല. സിനിമ കണ്ട് മാത്രം പരിചയമുള്ള ഒരു ഗ്രൂപ്പ് മാത്രമാണ്. വെരി ഗുഡ്. നമ്മുടെ എഡിറ്റിംഗ് ചെയ്യുന്ന ജോബി കുറച്ച് പ്രൊഫഷണൽ ആയിട്ടുള്ള ആളാണ്, നമ്മുടെ ഒരു മെമ്പറാണ്. പിന്നെ അരുൺ ജെ മോഹൻ, പുള്ളിയാണ് ഇതിന്റെ പ്രൊജക്ട് കോർഡിനേറ്റർ. ശരി. അപ്പൊ അങ്ങനെ നമ്മള് എല്ലാം വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ മൂവ് ചെയ്തു. ശരിയാ, എന്തായാലും ഇവരുടെ ഈ ആദ്യത്തെ സിനിമ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ മൂവ് ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ സിനിമ എന്താണ്, സിനിമയുടെ കഥ എന്താണ്, ഇതിന്റെ പിന്നിൽ ആരൊക്കെയുണ്ട് എന്നുള്ളതിനെ കുറിച്ച് അറിയാൻ വേണ്ടി കാത്തിരിക്കൂ, പിന്നെ കേട്ടിരിക്കൂ. ഇത് ക്ലബ് FM 94.3 സിനിമാ വിശേഷങ്ങളുമായി ബാൽക്കണിയുമായി കൂടെയുണ്ട് ഞാൻ അമ്പു. ഇവിടെയുണ്ട് ടൺ കണക്കിന് ഫൺ. ഒരു സിനിമ ഉണ്ടാക്കണേൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫിനാൻസ്. പൈസ ഇല്ലാണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ക്ലബ് FM 94.3 ബാൽക്കണിയുമായി കൂടെയുള്ളത് ഞാൻ അമ്പുവാണ്. ഇവിടെയുണ്ട് ടൺ കണക്കിന് ഫൺ. അപ്പൊ എന്തായാലും കാശില്ലാണ്ട് ഒരു കാര്യവും നടക്കൂല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള കാശ് അവരെങ്ങനെ ഉണ്ടാക്കിയത്, എങ്ങനെയായി ഫിനാൻസ് ഒക്കെ സെറ്റപ്പ് ചെയ്തെന്ന് നമുക്ക് മഹേഷ് പറഞ്ഞു തരാൻ പോവാണ്. നമ്മുടെ സിനിമ പാരഡൈസിലെ മെമ്പേഴ്സിന്റെ കയ്യിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൊജക്ട് നമ്മൾ യാഥാർത്ഥ്യമാക്കിയത്. സത്യം പറഞ്ഞാൽ നമ്മൾ എല്ലാവരും കൂടെ പൈസ ഇട്ടിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു അല്ലേ? അതെ. ശരി. അപ്പം ഭയങ്കര ഇപ്പൊ ഒരു ഷോർട്ട് ഫിലിം എന്ന് പറയുമ്പോൾ എല്ലാവരും ഭയങ്കര ഉത്സാഹത്തോടെയാണ് ഇതിനകത്ത് റെസ്പോണ്ട് ചെയ്തത്. ശരി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കോൺട്രിബ്യൂഷൻസ് വരികയുണ്ടായി. വെരി ഗുഡ്. അങ്ങനെ എന്തായാലും നമ്മള് ഡിസംബർ മാസത്തോടെ അതിന്റെ ഷൂട്ട് ചെയ്തിരുന്നു. അപ്പൊ ആക്ച്വലി അതിനകത്ത് നമുക്ക് ഒരുപാട് പ്രതിസന്ധി നേരിട്ടിരുന്നു. ശരി. എങ്ങനെ ഒത്തിരി രൂപ ചെലവായോ? ഒത്തിരി രൂപ ചെലവായെന്ന് പറയാൻ നമ്മള് പ്രതീക്ഷയിലും കുറച്ച് കൂടുതലായിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം ഒരു 75,000 എത്തി നിൽക്കുന്നുണ്ട്. 75,000. അപ്പൊ എന്തായാലും നമ്മൾ ഇത്രയും പൈസയൊക്കെ മുടക്കി എടുത്തതാണ്, അത്രയും നന്നായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ? ഒബ്വിയസ്ലി അതിന്റെ എന്താ പറയാ, അതിന്റെ അവസാനഘട്ട പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും നമ്മളിപ്പോ കണ്ടെടുത്തോളം അതൊരു നല്ല പ്രോജക്റ്റ് ആയിട്ട്, വളരെ നല്ല പ്രോജക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഈ 75,000 എന്ന് പറയുമ്പോൾ എത്ര പേരുടെ കോൺട്രിബ്യൂഷൻ ആണിത്? അതിനകത്ത് അതിന്റെ എക്സാക്ട് ആയിട്ടുള്ള ഒരു കണക്ക് അരുൺ ജെ മോഹന്റെ കയ്യിലേ ഉള്ളൂ. എങ്കിലും അതിനകത്ത് കുറെ ആൾക്കാർ തങ്ങളെ കൊണ്ടാവുന്ന വിധത്തില് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ വലിപ്പ ചെറുപ്പമൊന്നും നോക്കിയിട്ടില്ല. എല്ലാവരും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് വന്നിട്ടുണ്ട്. ഒരു 100 പേരെങ്കിലും? അതെ, ഒബ്വിയസ്ലി. വെരി ഗുഡ്. അപ്പൊ എന്തായാലും എനിക്ക് ഒത്തിരി സന്തോഷമായി കേട്ടോ. കാരണം 100 പേര് ചേർന്നിട്ട് ഒരു സിനിമ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ 100 പേരുടെ പ്രതീക്ഷയാണ് അല്ലെ? അതെ. 100 പേരല്ല, ഇപ്പൊ 101 പേരുടെ പ്രതീക്ഷയാണ്. കാരണം എനിക്ക് ഈ സിനിമയിൽ ഒത്തിരി പ്രതീക്ഷയുണ്ട്. ഇനിയിപ്പോ ഈ സിനിമയുടെ കഥ എന്താണെന്ന് അറിയാൻ വേണ്ടി 2 പാട്ട് കഴിഞ്ഞ് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ കാത്തിരിക്കൂ, പിന്നെ കേട്ടിരിക്കൂ. ഇത് ക്ലബ് FM 94.3 ഒത്തിരി സിനിമാ വിശേഷങ്ങളുമായി ബാൽക്കണിയുമായി കൂടെയുണ്ട് ഞാൻ അമ്പു. ഇവിടെയുണ്ട് ടൺ കണക്കിന് ഫൺ. മഴയത്തും വെയിലത്തും പകലിൻ പൊന്നിറയത്തും രാവിൻ കളിമുറ്റത്തും കടലിൽ തിരപ്പോൾ പിരിയാൻ നിഴലായി പാട്ടുകാരൻ ക്ലോസ് കൂട്ടുകാരൻ Club FM 94.3 കെണി ഇത് ബാൽക്കണി ഇത് സിനിമാക്കാരുടെ പുതുകഥ പാടും ക്ലബ് എഫ്എമ്മിലെ ബാൽക്കണി. ക്ലബ്
FM 94.3 ബാൽക്കണിയിൽ ഒത്തിരി പേര് കഷ്ടപ്പെടുകയും അതുപോലെ തന്നെ ഒത്തിരി പേര് കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരു സിനിമയെ കുറിച്ചാണ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ആ സിനിമ എന്താണ് എന്ന് അതിന്റെ മെയിൻ ആളായ മഹേഷിനടുത്ത് നമുക്ക് ചോദിക്കാം. നമ്മുടെ സിനിമയായ ഒരു കണ്ണാടി കഥയെ ഒരു സെന്റൻസിൽ മഹേഷ് പറയുവാണെങ്കിൽ എന്ത് പറയും? അത് ഒരു പെൺകുട്ടിയുടെ മനസ്സിലൂടെയുള്ള ഒരു യാത്രയാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് ഇപ്പൊ ഒരു ക്ലാസ്സിൽ വളരെ സ്റ്റുഡിയസ് ആയിട്ട് പഠിക്കുന്ന ഒരു കുട്ടിക്ക് വലിയ അറ്റൻഷൻ ഒന്നും കിട്ടുന്നില്ല. അപ്പൊ അവൾക്ക് അതിന്റെ റീസൺ എന്താണെന്ന് അറിയില്ല. അപ്പോ ക്ലാസിന്റെ മൊത്തം അറ്റൻഷൻ ക്യാപ്ചർ ചെയ്യുന്ന വേറൊരു കുട്ടിയുണ്ട്. അവള് ഇതിന്റെ അത്രയും പഠിക്കുന്നില്ല, എങ്കിലും അവളെയാണ് എല്ലാരും ശ്രദ്ധിക്കുന്നത്. അപ്പൊ ഈ കുട്ടിക്ക് ഒരു സംശയം, എന്താണ് ഇവർക്ക് ഇത്ര എന്താ പറയാ സ്പെഷ്യാലിറ്റി എന്ന് ആലോചിക്കുമ്പോൾ അവളൊരു വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു കണ്ടുപിടുത്തം നടത്തുകയാണ്. ആ പെൺകുട്ടിക്ക് ഒരു കണ്ണടയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്നുള്ള ആ ഒരു തോന്നലിൽ നിന്ന് ഈ പെൺകുട്ടി ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത്. അതാണ് നമ്മുടെ കണ്ണാടി കഥ അല്ലേ? അതെ അതെ. ശരി ശരി. അപ്പൊ ഇതിന്റെ റിലീസും മറ്റുമൊക്കെ എങ്ങനെയാണ്? അത് 17-ന് ഈ 17-ന് കവിതാ തിയേറ്ററിൽ രാവിലെ 10 മണിക്ക് ഇതിന്റെ പ്രീമിയർ ഷോ വെച്ചിട്ടുണ്ട്. നമ്മുടെ ടിക്കറ്റ് ഒന്നുമില്ല, എല്ലാവർക്കും ഫ്രീ ആണ്. പ്രവേശനം ഫ്രീ ആണ്. എല്ലാരും വരാൻ വന്ന് ഇതൊരു വലിയ വിജയമാക്കണമെന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. ഇത് കേട്ടോണ്ടിരിക്കുന്ന എല്ലാവരും അപ്പൊ 10 മണിക്ക് തിയേറ്ററിൽ പോയി സിനിമയൊക്കെ കാണണം. ശരി ശരി. അതില്ലെങ്കിൽ നമുക്ക് യൂട്യൂബിൽ എന്തായാലും കാണാമല്ലോ അല്ലെ? അതെ അതെ, ഒബ്വിയസ്ലി. ബെസ്റ്റ് ഓഫ് ലക്ക് മഹേഷ്. ഇനി ഇങ്ങനെയുള്ള ഒത്തിരി ഇനിഷ്യേറ്റീവ്സ് ഒക്കെ വരട്ടെ കേട്ടോ. അതെ അതെ, നമ്മളിപ്പോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതിന്റെ പിന്നാലെ കുറച്ച് നല്ല പ്രൊജക്ട് നമ്മൾ ചെയ്യാനായിട്ട് ഇതൊരു തുടക്കമായിട്ട് തന്നെ ശരിക്കും സിനിമ പാരഡൈസ് വിചാരിച്ചിരിക്കുകയാണ്. അത്രയും വലിയൊരു വിജയമൊന്നും വിചാരിച്ചില്ല. തുടരാനുള്ള പ്ലാൻ ഉണ്ട് നമുക്ക്. ശരി, എന്തായാലും ഞങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. ഇതൊരു സിനിമ എന്നതിലുപരി മനസ്സിൽ സിനിമ എന്ന സ്വപ്നമായിട്ട് നടക്കുന്ന കുറെ പേർക്കുള്ള ഒരു വലിയ പ്രചോദനമാണ്. കാരണം പരസ്പരം കണ്ടിട്ടില്ലാത്ത, പരസ്പരം ഒന്നും അറിയാത്ത വെറും ഒരു ഫേസ്ബുക്ക് ഫ്രണ്ട് സർക്കിളിൽ നിന്ന് ഒരു സിനിമ ഉണ്ടായി അത് റിലീസ് ചെയ്യാൻ പോവാണ്. ഇനി എന്തുകൊണ്ട് നമുക്ക് അഭിനയിച്ചുകൂടെ അല്ലെ? ഇനി എന്തുകൊണ്ട് നമുക്കൊരു സിനിമ എടുത്തുകൂടാ? അപ്പോൾ കാത്തിരിക്കൂ, പിന്നെ കേട്ടിരിക്കൂ ഒത്തിരി സിനിമാ വിശേഷങ്ങളുമായി ക്ലബ് FM 94.3 ബാൽക്കണിയിൽ. കൂടെയുണ്ട് ഞാൻ അമ്പു, ഇവിടെയുണ്ട് ടൺ കണക്കിന്